അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗിറ്റ്ഹബ് പ്രൊഫൈൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ഗിറ്റ്ഹബ് പ്രൊഫൈലൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാറ്റി നമുക്ക് ജസ്റ്റ് കസ്റ്റമായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെപ്പോസിറ്ററീസ് സെലക്ട് ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൈലിൽ പോയി രണ്ടാമതുണ്ടാവും അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ടൊരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഈ റെപ്പോസിറ്ററീൻ്റെ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രൊഫൈൽ നെയിം തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, അഥവാ നമ്മുടെ യൂസർ നെയിം ഇവിടെ ടോപ്പിൽ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നതാണ്. എന്നിട്ട് പിന്നെ ഇതിനകത്ത് മാറ്റേണ്ട സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ വിസിബിലിറ്റി പബ്ലിക് ആയിരിക്കണം, പിന്നെ ആഡ് റീഡ് മീ ഫയലും ഓൺ ആയിരിക്കണം. എന്നിട്ട് നമ്മളത് ക്രിയേറ്റ് കൊടുക്കും. ഞാനിത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കൊടുത്താൽ മതി. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ വരുന്നത് നമ്മുടെ ഒരു readme.md ഫയലായിരിക്കും. അപ്പോൾ ആ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഈ ഫയലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു പ്രോംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോംപ്റ്റിൽ നമ്മുടെ നെയിം എൻ്റർ ചെയ്യണം, പിന്നെ നമ്മുടെ റോള് അല്ലെങ്കിൽ നമ്മൾ ഏത് ടെക്കാണ് അല്ലെങ്കിൽ ഏത് സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന പ്രൊജക്റ്റ്, പിന്നെ ഏതൊക്കെ ടൂൾസാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിനകത്തുനിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഈ പ്രോംപ്റ്റ് നമ്മൾ ജിമിനൈക്കോ അല്ലെങ്കിൽ ChatGPT അങ്ങനത്തെ ടൂൾസിലോട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതന്നെ നമുക്ക് ഫുള്ള് റീഡ് ചെയ്ത് ഈ ഗിറ്റിലോട്ട് ആഡ് ചെയ്യാനുള്ള ആ ഫയലായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ജസ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലോട്ട് മാറ്റാനുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ വേണ്ട രീതിയിലോട്ട് നമ്മുടെ ഫയൽസ് ഇതാക്കുക. ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നതിൽ ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കത് ഇതിനോട് പറഞ്ഞ് വരുത്താം. ഇങ്ങനെ തരുന്ന ഈ കോഡ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന MD ഫയൽ, ആ ഫയൽ എഡിറ്റ് കൊടുത്ത് ഇതിനകത്തോട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഫയൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബോറിംഗ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കുറച്ച് ഇതാക്കാം. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക.